മലപ്പുറം ജില്ലയിൽ അഭൂതപൂർവമായ രീതിയിൽ ജനസംഖ്യ കൂടുന്നു. ഒരുപാട് കാലമായിട്ട് പറയുന്നുണ്ട്. ഇതിങ്ങനെ കൂടുന്നത് കൊണ്ട് സാമൂഹികവും സാമ്പത്തികവുമായ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് പഠിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കമ്മീഷൻ വരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മലപ്പുറത്തെക്കുറിച്ച് നമുക്കറിയാം. മലപ്പുറത്തെക്കുറിച്ച് ദ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമം നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ജനസംഖ്യ കൂടുന്ന സ്ഥലമാണ് മലപ്പുറം എന്നാണ്. ഒന്നാം സ്ഥാനം. നാലാം സ്ഥാനവും നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെയാണ് കോഴിക്കോട്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ വലിയ തോതിൽ ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടാകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ അതേക്കുറിച്ച് മിണ്ടാൻ പാടില്ല. മിണ്ടിയാൽ വർഗീയതയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. മലപ്പുറത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുതെന്ന് പറയും. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതി മാറുകയാണ്. മലപ്പുറം ഉൾപ്പെടെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ വലിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു. മലയാളത്തിലെ മാധ്യമങ്ങളിലൊന്നും ഇത് വലിയ വാർത്തയായില്ല. കാരണം ആ വാർത്ത അത്ര കാര്യമായി കൊടുക്കാൻ പലർക്കും താല്പര്യമില്ല. ഇതെന്തുകൊണ്ടാണ് ഈ കമ്മീഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ 2025 ഓഗസ്റ്റ് മാസം 15 സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു ഡെമോഗ്രാഫി മിഷൻ രൂപീകരിക്കും. ഡെമോഗ്രാഫി മിഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചില വിഭാഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിർത്തി പ്രദേശങ്ങളിലാണെങ്കിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാകാം. അതുകൂടാതെ കേന്ദ്രം സംശയിക്കുന്നത് ചില സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ മൈഗ്രേറ്റ് ചെയ്ത് മറ്റു ചില സ്ഥലങ്ങളിലേക്ക് വരുന്നു. കേരളത്തിൽ പോലും ഇത് സംഭവിക്കുന്നുണ്ട് എന്ന ആക്ഷേപമുണ്ട്. കേരളത്തിലെ ചില പ്രദേശങ്ങളിലേക്ക് മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു, കൂട്ടത്തോടെ താമസിക്കുന്നു, തൊഴിലെടുക്കാനൊക്കെ വരുന്നവരാണ്. പക്ഷേ അവർ കൂട്ടത്തോടെ വരുന്നു, കുടുംബത്തോടെ താമസിക്കുന്നു. അങ്ങനെ ആ പ്രദേശത്തെ ഡെമോഗ്രാഫിയിൽ, ജനസംഖ്യയിൽ മാറ്റം വരുന്നു. അവരവിടുത്തെ വോട്ടർമാരാവുന്നു. ഒരു 2000 കുടുംബങ്ങളൊക്കെ അല്ലെങ്കിൽ 2000 ആളുകളൊക്കെ ഒരു പ്രദേശത്ത് പുതുതായിട്ട് വന്നിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പോലും സ്വാധീനിക്കാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ ഗോത്രവർഗ വിഭാഗങ്ങളുടെ തനതു ജീവിത രീതി അട്ടിമറിക്കുന്ന തരത്തിൽ ചില വിഭാഗങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്നു. അത് വലിയ സംഘർഷം ഉണ്ടാവുന്നു. അതിർത്തി ജില്ലകളിൽ ഇത്തരത്തിൽ വലിയ ഡെമോഗ്രാഫി ചേഞ്ച് ഉണ്ടാവുന്നു. അത് രാജ്യ താല്പര്യങ്ങളെ ബാധിക്കുന്നു എന്നൊക്കെ വലിയ കൃത്യമായ പഠനങ്ങളും കണ്ടെത്തലുകളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് പ്രകാരമുള്ള ഡെമോഗ്രാഫി മിഷനെ സർക്കാർ നിയമിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയായ പ്രകാശ് പ്രഭാകർ നബുലേക്കർ അധ്യക്ഷനും മൃത്യുഞ്ജയകുമാർ സെൻസസ് കമ്മീഷണർ ആയിരുന്ന മൃത്യുഞ്ജയകുമാർ, മുൻ IAS ഉദ്യോഗസ്ഥനായിരുന്ന ദുർഗാശങ്കർ മിശ്ര, IPS ഉദ്യോഗസ്ഥനായിരുന്ന ബാലാജി ശ്രീവാസ്തവ, സാമ്പത്തിക വിദ്യാഭ്യാസ വിദഗ്ധയായ ഷാമിക രവി എന്നിവരടങ്ങുന്ന ഒരു കമ്മീഷനെയാണ് കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുന്നത്. ഇവർ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ മാർക്ക് ചെയ്ത വിവിധ പ്രദേശങ്ങളിൽ ജനസംഖ്യയിൽ ഉണ്ടാവുന്ന അസ്വാഭാവികമായ വർധനവ് എങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ കോൺസിക്വൻസ്, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. അതിൻ്റെ ടൈംസ് ഓഫ് റഫറൻസും തീരുമാനിച്ചിട്ടുണ്ട്. അനധികൃത കുടിയേറ്റം, ജനസംഖ്യാ വ്യതിയാന വെല്ലുവിളികൾ പഠിക്കുക, അതാണ് ഒന്നാമത്തെ നിർദ്ദേശം. നമുക്കറിയാം കേരളത്തിൽ പോലും ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. പെരുമ്പാവൂർ പോലെയുള്ള, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിലെ ജനങ്ങളുടേക്കാൾ കൂടുതൽ അതിഥി തൊഴിലാളികൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇങ്ങനെ വന്ന് താമസിക്കുന്നവർ വീട് വാങ്ങുന്നു, അവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു, റേഷൻ കാർഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ ആ പ്രദേശത്തെ ജനങ്ങളെക്കാളും എണ്ണത്തിൽ കൂടുതലാകുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അടുത്ത കാലത്താണ് പെരുമ്പാവൂരിൽ ഈ ഭായിമാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ അവിടുത്തെ പ്രാദേശികമായ ഒരു ജുമാ മസ്ജിദിൻ്റെ നേതൃത്വത്തിൽ, ശ്രദ്ധിക്കണം, പെരുമ്പാവൂരിൽ വന്ന് താമസിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിമുകളാണ്, ബംഗ്ലാദേശി മുസ്ലിമുകളാണ്, റോഹിംഗ്യൻസ് ആണ് എന്നുള്ള ആക്ഷേപം നിലനിൽക്കെയാണ് അവരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് പെരുമ്പാവൂർ പ്രദേശത്തെ പ്രാദേശിക ജുമാ മസ്ജിദിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അപ്പോൾ ആ ഓരോ പ്രദേശങ്ങളെയും അവരുടെ ജീവിത രീതിയെയും അട്ടിമറിക്കുന്ന തരത്തിലേക്ക് വലിയ തോതിൽ കുടിയേറ്റം കേരളത്തിലും ഉണ്ടാവുന്നുണ്ട്. അതിർത്തി ജില്ലകളിലെ കാര്യം പറയാനുമില്ല. ഇപ്പോൾ സാന്താൾ
ബംഗാളിൻ്റെയൊക്കെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെയുള്ള സാന്താൾ വിഭാഗം ഒരു വലിയ ഗോത്ര വിഭാഗമാണ്. അവിടേക്ക് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നവർ, റോഹിംഗ്യൻസ് അടക്കമുള്ളവർ അവിടെ വന്ന് താമസിക്കുന്നു. അവിടുത്തെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ സാന്താൾ എന്ന് പറയുന്ന ഗോത്ര വിഭാഗം തന്നെ ഇല്ലാതാവുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാവുന്നത് വലിയ സാമൂഹികമായ അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ടേംസ് ഓഫ് റെഫറൻസിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഈ അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങൾ മൂലമുണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പഠിക്കുക എന്നത് രണ്ടാമത്തെ ടേംസ് ഓഫ് റെഫറൻസ് ആണ്. പിന്നെ ചില പ്രവണതകൾ തിരിച്ചറിയണം. ഒന്ന്, അനധികൃത കുടിയേറ്റം, അതിർത്തികളിൽ ഉൾപ്പെടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആസൂത്രിതമായ കുടിയേറ്റം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലും പതുക്കെ പതുക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഓരോ നിയോജക മണ്ഡലത്തിലും വന്ന് കൂടുതലായി താമസിക്കുന്നു. മനഃപൂർവ്വം തൊഴിലിൻ്റെ ഭാഗമായി വന്ന് താമസിക്കുകയാണെന്ന് പറയുന്നു. അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ പല തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾ ജയിച്ചു വീഴുന്ന 2000-3000 വോട്ടിൻ്റെ മാർജിനിലാണ്. അതുകൊണ്ട് കൂടുതൽ വോട്ടർമാരുള്ള ജനവിഭാഗങ്ങളെ ഡിവൈഡ് ചെയ്ത്, സ്പ്ലിറ്റ് ചെയ്ത് വിവിധ മണ്ഡലങ്ങളിൽ 140 മണ്ഡലങ്ങളിലേക്കും റീലൊക്കേറ്റ് ചെയ്താൽ ഞങ്ങൾ തീരുമാനിക്കുന്ന തരത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും, ആളുകളെ ജയിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനമുണ്ടോ എന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ പഠിക്കാൻ ഈ കമ്മീഷനോട് പറഞ്ഞിരിക്കുകയാണ്. മതപരവും സാമൂഹികവുമായ അസമത്വം ഇതുപോലെ ഉണ്ടാവുന്നുണ്ടോ? എന്ത് വ്യതിയാനങ്ങൾ സാമൂഹിക, സാമ്പത്തിക, മത കാര്യങ്ങളിൽ ഈ ജനസംഖ്യ കൂടുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് കണ്ടെത്തുക എന്നത് ഈ കമ്മീഷൻ്റെ ടൈംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ അനധികൃതമായി കുടിയേറി വന്നവരാണെങ്കിൽ അവരെ നാടു കടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ എന്താണ് എന്ന് നിർദ്ദേശിക്കുക, അതിർത്തി മാനേജ്മെൻറ്റ് കൃത്യമാക്കുക തുടങ്ങിയ 6-7 ടൈംസ് ഓഫ് റെഫറൻസ് ആണ് ഈ ഡെമോഗ്രാഫി മിഷന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പട്ടികയിൽ കേരളത്തിലെ മലപ്പുറം ജില്ല ഉൾപ്പെട്ടിരിക്കുന്നു. മലപ്പുറത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് പണ്ട് പറയാറുണ്ട്. മലപ്പുറത്ത് റിസൾട്ടിനെ കുറിച്ച് SSLC പരീക്ഷയ്ക്ക് കുട്ടികൾ ജയിക്കുന്നതിനെക്കുറിച്ച് VS അച്യുതാനന്ദൻ നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായിരുന്നു. മലപ്പുറത്ത് ജീവിക്കുന്നവരെല്ലാം കുഴപ്പക്കാരാണ് എന്ന അഭിപ്രായമൊന്നും ആർക്കുമില്ല. കേരളത്തിൽ ഒരു മുഖ്യധാരാ മാധ്യമത്തിനുമില്ല, മാധ്യമ പ്രവർത്തകർക്കുമില്ല, രാഷ്ട്രീയ പാർട്ടികൾക്കുമില്ല. പക്ഷെ മലപ്പുറത്തെ ജനസംഖ്യ അത്ഭുതകരമായി വികസിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം കണ്ടുപിടിക്കണമല്ലോ. അതെന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഇന്നും പത്രങ്ങളില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിരിക്കില്ല. ഇന്നലെ രാജസ്ഥാനിൽ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തിട്ട് പറഞ്ഞു, അതിർത്തി പ്രദേശങ്ങളിൽ, രാജസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളുടെ 15 കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ നിയമവിരുദ്ധ നിർമ്മാണങ്ങളും പൊളിച്ചു കളയണം. ബിക്കാനീർ, ജയ്സാൽമീർ, ബാർമർ, ശ്രീഗംഗാനഗർ, ഫലാദി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇത്തരം ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഒരു ലൈസൻസും ഇല്ല, നിയമവിരുദ്ധമായ കയ്യേറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിരിക്കുക. അതൊക്കെ പൊളിക്കണം. അതിർത്തിയിൽ കാര്യമായ ചില ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നു. ഇപ്പോൾ നമുക്കറിയാം ബംഗാളിൽ എന്താ സംഭവിക്കുന്നത്. ബംഗാളിൽ മാൽഡയിലും മുർഷിദാബാദിലും റോഹിംഗ്യൻസിനെയും അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയും പുറത്താക്കാൻ വേണ്ടി തടങ്കൽ പാളയങ്ങൾ, ഹോൾഡിംഗ് സെൻ്ററുകൾ രൂപീകരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ കൂട്ടത്തോടെ ആളുകൾ BSFൻ്റെ ചെക്ക് പോസ്റ്റുകളിൽ വന്ന് കിടക്കുകയാണ്. ഞങ്ങൾക്ക് പോകണം. 40 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ വരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ വോട്ട് ചെയ്തവർ വരെ പറയുന്നു ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾ ഇവിടുത്തുകാരല്ല. കാരണം SIR വന്നപ്പോൾ അവർ പുറത്തായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ SIR ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ച് ജയിലിലും നാടുകടത്തും എന്ന് സുവേന്ദു പറഞ്ഞു. ഡിറ്റക്ട്, ഡിലീറ്റ് ആൻഡ് ഡിപ്പോർട്ട്. കണ്ടെത്തുക, പേര് വെട്ടുക, നാട് കടത്തുക. ഇതാണ് പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ മുദ്രാവാക്യം എന്ന് സുവേന്ദു അധികാരി പറഞ്ഞു കഴിഞ്ഞു. ഇത് പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ നയമല്ല, ഇന്ത്യ സർക്കാരിൻ്റെ നയമാണ്. അതും നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്ത് അസ്വാഭാവികമായി ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ള വർധന ഇത്തരം കുടിയേറ്റങ്ങളുടെയും
ആസൂത്രണത്തിൻ്റെയും ഭാഗമാണോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനയാണ് ഡെമോഗ്രാഫി കമ്മീഷൻ നടത്താൻ പോകുന്നത്. അതുകൊണ്ടു തന്നെ കേരളത്തിൽ മലപ്പുറം ജില്ല ഈ കമ്മീഷൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ പതുക്കി വെച്ചെങ്കിലും നമുക്ക് പറയാതെ തരമില്ല. അതുകൊണ്ടാണ് കേരളത്തിലും ഇത്തരത്തിലുള്ള ജനസംഖ്യാപരമായി ഡെമോഗ്രാഫിയിൽ അസ്വാഭാവികമായി ഉണ്ടാവുന്ന വർധന പഠിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഉറപ്പാണ് അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, മറ്റു മാധ്യമങ്ങളൊന്നും ഈ വാർത്ത പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ലൈവാണ്. ഇന്ത്യ ലൈവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് ദയവായി അത് ചെയ്യണം.